സോ അവിടെയൊക്കെ യു ഹാവ് ടു പേ ദ ഡിസൈനർ ഫോർ എൻ അപ്പോയിൻമെന്റ്. ആ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ 50% നോക്കുമ്പോൾ യു വിൽ ബി പ്രൊഡക്റ്റീവ് അറ്റ് 500%. വി ഷുഡ് ഹയർ പീപ്പിൾ ഹു ആർ സ്മാർട്ടർ ദാൻ അസ് ഓൾസോ. സീറോ ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ ഒരു നിലയിലെത്തുന്ന പറയുന്നത് അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെ അല്ലേ? I never had plans of becoming a fashion designer, nothing. I felt like I was in a place that I didn't belong. ഞാനിങ്ങനെ വൺ മാൻ ഷോ പോലെ ആയതുകൊണ്ട് പലപ്പോഴും ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ ടൈമില്ല. ബിക്കോസ് യു ആർ ബിഹൈൻഡ് ക്ലയൻസ്, യു ആർ ബിഹൈൻഡ് സെയിൽസ്, യു ആർ ബിഹൈൻഡ് മാർക്കറ്റിംഗ്. ഇത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. അതെ അതെ അതെ, ദിസ് ഇസ് വെരി പേഴ്സണൽ, ബട്ട് എനിക്ക് പറയണം. വേറൊന്നുമല്ല, ഇപ്പൊ എൻ്റെ ഫാദർ പൊളിറ്റീഷ്യനാണ്. നമ്മുടെ ഇൻകമിനെക്കാളും കൂടുതൽ എന്ന് എക്സ്പെൻസ് പോകുന്നു അന്ന് യു ആർ അണ്ടർ റെഡ്. ഇവിടെ കോമ്പറ്റീഷൻ ഒന്നും യാതൊരു കുറവുമില്ല, ഇഷ്ടം പോലെ. എല്ലാ ബിസിനസ്സിലും ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഇസ് ബിക്കം ലൈക്ക് ആ പോർട്ട്ഫോളിയോ. ഹലോ എവരിബഡി. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ട്രിവാൻഡ്രത്തിന്റെ ഒരു യങ് വിമൺ ഓൺട്രപ്രണറായ, ട്രിവാൻഡ്രത്തിന്റെ ഒരു ലീഡിംഗ് ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫാഷൻ ബ്രാൻഡായിട്ട് കയറി വരുന്ന RJB എന്നറിയപ്പെടുന്ന രേവതി ജയൻ ബാബു. നമുക്ക് രേവതിയുടെ രേവതിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. വെൽക്കം ടു 42 പോഡ്കാസ്റ്റ്. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. So my name is Revati Jan Babu. You guys know I am a fashion designer. I studied fashion designing in Chennai. Right now I have a boutique in Trivandrum, and I have specialized in wedding outfits for both men and women. It's been 2-3 years since I started off my business, and it's going good. It's going fine. If I have to ask you, what is one thing that stands out in your business or like in your industry? What is your USP? I wouldn't say I am the only sole person doing it, but I am one of the people who are doing it. We have our in-house designs. We have in-house collection. So for each season, we release a set of collection. And when you see it, it's not just random collection that you see. I have an inspiration. I take elements from my inspiration and I make a proper. And there's a lot of time that I invest into it. ആൻഡ് എവറി സീസൺ എനിക്കത് ചെയ്യണമെന്നുണ്ട്. ചില സീസൺ പറ്റാറില്ല, ബിക്കോസ് ഒബ്വിയസ്ലി നമുക്ക് ക്ലയൻസിൻ്റെ വർക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം വെൻ ഇറ്റ് കംസ് ടു വെഡിങ് സീസൺ ഒക്കെ ആകുമ്പോൾ. അപ്പം ഐ വോണ്ട് ടു റീച്ച് ടു എ പോയിന്റ് വെയർ ദേ വിൽ ബി ഓൺലി ആർ എക്സ്ക്ലൂസീവ്. ക്ലയൻസ് വിൽ ഹാവ് ടു കം ആൻഡ് പിക്ക് ഫ്രം ആർ എക്സ്ക്ലൂസീവ് സ്റ്റഫ്. ക്ലയൻസിനെ ക്യൂ നിർത്തി വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെയല്ല, പുറത്ത് തിങ്ക് ചെയ്യണ്ട, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം എന്നുള്ള രീതിയിലോട്ട് എത്തണം എന്നുള്ളത്. രേവതിയുടെ ബിസിനസ്സിൽ ഒരു പേഴ്സൺ ഡ്രിവൻ ബിസിനസ് അല്ലെങ്കിൽ സിസ്റ്റം ഡ്രിവൻ ബിസിനസ്, ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. സോ അതിൽ നമ്മുടെ ഒരു ബിസിനസ്സിനെ ഏതൊരു ടൈപ്പിലാണ് മീൻസ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ എന്ത് സിസ്റ്റത്തിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്ത് പ്രോസസ്സാണ്? I would say it's a mix of both, because for me, I'm a designer, so I am the brand. For example, Sabyasachi, Manish Malhotra, each designer, they have a taste and they have a particular style. So other will be your signature. അങ്ങനെ ആക്കണമെങ്കിൽ you can't make a system and stand out. That will not happen. It'll be, you have to have a system, because completely നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ you know the drill. It's very difficult. അപ്പം I have had interns and fashion designers who have worked for me. But നമ്മുടെ സ്റ്റൈൽ ആയിരിക്കില്ലല്ലോ. Each person's style is different. So അത് കാരണം ഇപ്പോൾ right now my current business situation is system ഉണ്ട് പ്ലസ് ഈക്വലി ഞാനും ഇൻവോൾവ് ആണ്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത്. മൊത്തത്തിൽ സിസ്റ്റം ഡ്രിവൺ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ബീങ് എ ഡിസൈനർ, ബിക്കോസ് വരുന്ന എല്ലാവരും നമ്മളെ പേഴ്സണലി ഇൻവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഐ ഓൾസോ വോണ്ട് ടു ബി ദെയർ ഫോർ ദം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹാഫ് സിസ്റ്റം, ഹാഫ് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻവോൾവ്മെന്റ് എന്നുള്ള രീതിയിൽ. അല്ല, അപ്പം ഇപ്പോൾ നമ്മളൊരു സ്കെയിലബിൾ ബിസിനസ്സിലോട്ട് പോകുമ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ഫാഷൻ ബ്രാൻഡിലോട്ട് അതിനെ മാറ്റുമ്പോൾ അതിനെന്തായിരുന്നാലും ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇതിനെ ഒരു ഫ്രാഞ്ചൈസ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ പല ഇതിലായിട്ട് മാറുകയും ചെയ്യുമ്പോൾ ഒരിക്കലും രേവതിക്ക് എപ്പോഴും എല്ലായിടത്തും പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ചെയ്യുന്നുണ്ടോ? ഞാൻ whenever I travel to Chennai or Delhi, അവിടെയൊക്കെ പോകുമ്പോൾ I go visit അപ്പോയിൻമെന്റ് എടുത്ത്. സോ അവിടെയൊക്കെ you have to pay the designer for an appointment, non refundable. അത് അവരുടെ ആ ഒരു ടൈമിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ബിക്കോസ് ദേ ഹാവ് ഫ്രാഞ്ചൈസീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്.
അതൊക്കെയാണ് ഏറ്റവും ടോപ്പ് നോച്ചിലുള്ള ഡിസൈനേഴ്സ് ചെയ്യുന്നത്. യു വിൽ സ്പെൻഡ് ടൈം വിത്ത് ദം. എല്ലാ ഡിസ്കഷനും കാര്യങ്ങളും ദേ വിൽ ബ്രീഫ് യു ആൻഡ് എവറിത്തിങ്. ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ അവർക്ക് ആ ഒരു അപ്പോയിന്റ്മെന്റ്. സോ അങ്ങനെ ഞാൻ പലയിടത്തും പോയി പല സിസ്റ്റംസും മനസ്സിലാക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതൊരു വലിയ അതൊരു വലിയ കാര്യമാണ്. യൂസഫ് അലിയുടെ പുള്ളി തുടങ്ങുന്ന കാലത്ത് ആള് ഒത്തിരി ട്രാവൽ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പുള്ളി മനസ്സിലാക്കിയിട്ട് അതവിടെ കൊണ്ടുവന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുക, അത് എക്സ്പ്ലോർ ചെയ്യുക, അത് മനസ്സിലാക്കുക, അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പുതിയ ഇൻവെൻഷൻ അല്ല, ഇറ്റ്സ് ഓൾ ഇൻസ്പയർഡ് ഫ്രം എവറിത്തിങ് ആൻഡ് വി ട്രൈ ടു ക്രിയേറ്റ് സംതിങ് ന്യൂ ഔട്ട് ഓഫ് ഓൾ ദ ഇൻസ്പിറേഷൻ. അതാണ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു, അല്ലേ? എപ്പോഴും നമുക്ക് നമ്മുടേത് മാത്രമായിട്ടുള്ളൊരു സാധനം കൊണ്ടുവരിക എന്ന് പറയുന്നത് ചിലപ്പോൾ എപ്പോഴും പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ എന്ത് കൊണ്ടുവന്നാലും അത് യുണീക്കായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു സാധനമാവണം എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഓൺലി വിൽ സെൽ ഇറ്റ്. That'll sell, yeah. ഇപ്പോൾ ഇത്രയും ഇപ്പോൾ 2.5 വർഷമായിട്ടുണ്ടല്ലേ, ഈ 2.5 വർഷത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ രേവതിയുടെ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ ഒരു ഇത് വന്നൊരു സിസ്റ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് So എന്തായിരുന്നു? initially, when I started off, 2 വർക്കേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ and it was completely dependent on me. അപ്പോൾ slowly I started delegating work. ഓരോന്നായിട്ട്. പക്ഷെ യു അപ്പോൾ ബിലീവ് ദാറ്റ് ഡെലിഗേഷൻ ഈസ് ദ വേ ടു ഗോ it is ഫോർവേഡ് ടു ഗ്രോ ദ ബിസിനസ്, അല്ലേ? 100%, യെസ്, വെരി ഗുഡ്. 100%. Because see, initially when I started off, I am the designer, I am the purchase manager. ഇപ്പോഴും 100-ൽ പകുതി റോളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. But the thing is, if you can stick to ഒരു അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് certain roles, നമുക്ക് കുറച്ചുകൂടി ഹെഡ് സ്പേസ് ഉണ്ടാവും, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാം. ഡെലിഗേറ്റ് ചെയ്ത് ഓരോ പൊസിഷനിൽ ഓരോരുത്തർ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു റീല് കാണുമായിരുന്നു. ആ റീലിനകത്ത് പറയുന്നത് ബേസിക്കലി, ഇഫ് യു ആർ വർക്കിംഗ് അറ്റ് യുവർ 100% ആൻഡ് യു കാൺ ഗോ എനി മോർ ഫർദർ, യു ഹയർ 10 people who are at 50% of your capacity. ആ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ 50% വെക്കുമ്പോൾ യു വിൽ ബി പ്രൊഡക്റ്റീവ് അറ്റ് 500%. സോ ഇപ്പൊ രേവതിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ എത്ര പേര്, ലൈക്ക് ഹൗ മെനി ഓഫ് them are there on par with you, or like how does that system work with you? I have people like, who started off with me and who are there with me. ഇപ്പം ഈ ഒരു 2.5 വർഷം തുടങ്ങിയപ്പോൾ മുതലേ ഉള്ളവരുണ്ട്. So when they started off, they had a different set of working ഇതൊക്കെ. അതിൽ നിന്നല്ല ഇപ്പം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബട്ട് ഐ ഫീൽ when it comes to ഒരു ബിസിനസ് ആകുമ്പം ഓൾവേസ് നമ്മുടെ ഓൺ ബിസിനസ് ആകുമ്പോൾ നമ്മളായിരിക്കും സ്മാർട്ടസ്റ്റ് പേഴ്സൺ എന്നുള്ള. ബട്ട് ഞാനിപ്പം മാറി തിങ്ക് ചെയ്യുവാണ്. ഐ തിങ്ക് വി ഷുഡ് ഹയർ പീപ്പിൾ ഹു ആർ സ്മാർട്ടർ ദാൻ അസ് ഓൾസോ. അതൊക്കെ ഇപ്പോഴാണ് തോന്നി തുടങ്ങിയത്. മനസ്സിലായത് സത്യമായിട്ടും. അതുകൊണ്ട് ഇനിയിപ്പം അവരെ ഹയർ ചെയ്യാൻ പറ്റുമ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിൽ കയറാതിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റുന്നൊരു പ്രശ്നമാണ്, ഞാൻ പോയി അത് ചെയ്താൽ മാത്രമേ അത് ശരിയാവും. അതാണ് എന്റെ സംഭവം. എന്റെ കൈ വെച്ചില്ല അത് ശരിയാവത്തില്ല, ഒരു സമാധാനമില്ല. അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് എന്നെ നമ്മൾ മുന്നോട്ട് വളരുമെന്നുള്ളൊരു സൈനാണ്. ഇത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നാണ് നമ്മൾ വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? ഇപ്പൊ എത്ര വർഷമായി ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു കരിയർ? ഫുൾ സ്വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തത് 2021 ആണ്. ബിക്കോസ് ഞാൻ 2019 ആണ് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ 2020 മാർച്ച് ആയപ്പോൾ ലോക്ക്ഡൗൺ ആയി. സോ ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് ഫുൾ സ്വിങ് ആവും മുന്നേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഐ ഹാഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. ദെൻ കംപ്ലീറ്റ്ലി, സോ ഐ വുഡ് കാൽക്കുലേറ്റ് ഓൺലി ഫ്രം 2021. വെരി ഗുഡ്. അപ്പോൾ ഈ ഒരു ഇത്രയും വർഷത്തിൽ വാട്ട് ഡു യു തിങ്ക് ഇസ് യുവർ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഇത്ര നാൾ കൊണ്ട്? I don't know. Like, for me, I started off with no capital. I had a machine and everything at home. So my studio, I started it off at my house. വീട്ടിലായിരുന്നു. ഓരോ വർക്ക് കഴിഞ്ഞാണ്. So I look at it as an achievement and I'm really happy and proud that my growth was like that. So അതായത് സീറോ ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ ഒരു നിലയിൽ എത്തുന്ന പറയുന്നത് അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലോട്ട് വരാനായിട്ട് നമുക്കൊരു വിഷൻ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പാഷൻ, അത് വിഷനായിട്ട് മാറുമായിരുന്നോ ചെയ്തതോ, അല്ലാതെ ഈ ഒരു കരിയറിലോട്ട് വന്നതിൻ്റെ ഒരു റീസൺ എന്താ? So I'm a dancer. ഇപ്പോൾ സ്കൂൾ ടൈമിൽ ഡാൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ തന്നെയായിരുന്നു എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് ഒക്കെ ഡിസൈൻ ചെയ്യും. അപ്പം ടീച്ചേഴ്സ് എല്ലാവരും അത് നോട്ടീസ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, രേവതി, വൈ ഡോണ്ട് യു
ഇപ്പൊ ഫാഷൻ ഡിസൈനർ ആവാനായിരിക്കുമല്ലോ ആഗ്രഹം. പക്ഷെ അപ്പം അങ്ങനെ ഒരു ആഗ്രഹമേ എനിക്കില്ലായിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു മീ. ഇത് പറഞ്ഞ എല്ലാവരും വിചാരിക്കും ചുമ്മാ പറയാന്ന്. സത്യമായിട്ടും ഐ നെവർ ഹാഡ് പ്ലാൻസ് ഓഫ് ബിക്കമിങ് എ ഫാഷൻ ഡിസൈനർ, നത്തിങ്. ബട്ട് ഒരു ദിവസം ഐ ഡോണ്ട് നോ രാവിലെ എഴുന്നേറ്റ് ഐ ഹവ് വാച്ച്ഡ് ദിസ് ഫാഷൻ മൂവി ടു മെനി ടൈംസ്. അപ്പം അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് വൺ ഫൈൻ ഡേ ഐ വോക്ക് അപ്പ് ഫ്രം മൈ സ്ലീപ്പ് ആൻഡ് അച്ഛനും അമ്മയും +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം ആയിരുന്നു. ആ ടൈമിൽ എന്നെ പിടിച്ച് ഇവിടെ മാരവാനിസ് കോളേജിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. ബട്ട് ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഇൻ എ പ്ലേസ് ദാറ്റ് ഐ ഡിഡ്ന്റ് ബിലോങ്. ഐ വാസ് ലൈക്ക് ഇത് എനിക്കുള്ള സംഭവം അല്ലാന്ന് എനിക്കറിയാം. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ദാറ്റ് വാസ് മൈ സിനാരിയോ. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വന്നു, കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, "ഞാൻ ഇനി കോളേജിൽ പോകത്തില്ല. ഐ വാണ്ട് ടു ഡു ഫാഷൻ ഡിസൈനിങ്" എന്ന് പറഞ്ഞു. I had a fight with my parents because they felt I was not serious. They felt I was just finding an excuse to stop going to college. Completed my course. പിന്നെ then സോ ബേസിക്കലി മറ്റേ നമ്മുടെ ഈ രാവിലെ എഴുന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു അന്നാ പിന്നെ ഫാഷൻ ഡിസൈനർ അയക്കാന്ന് പറഞ്ഞൊരു കഥ പോലെ ഉണ്ട് ഇത് കേട്ടിട്ടില്ലേ? അങ്ങനെ ആയിരുന്നു. ബട്ട് ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദിസ് വാസ് മൈ ട്രൂ കോളിംഗ്. അല്ലാതെ ഞാൻ ഐ ഹാവ് മൈ ക്ലാസ്മേറ്റ്സ്, ദർ ആർ പീപ്പിൾ ഹു ആർ പ്രിപ്പയറിംഗ് ടു ഗെറ്റ് ഇൻ ടു നിഫ്റ്റ് ഫ്രം +1 +2 അങ്ങനെയുള്ളവരെ കൂടെയാണ് ഞാൻ പഠിച്ചത്. അവിടെ ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലായിരുന്നു. നേരെ പോയി എൻട്രൻസ് എഴുതി കിട്ടി. ഫാഷൻ ഡിസൈനിങ്ങിന് പോവായിരുന്നു. അങ്ങനെയായിരുന്നു. സോ ബട്ട് ഐ തിങ്ക് ഐ ആം ഡൂയിങ് ദ റൈറ്റ് ജോബ്. ഐ ആം ഹാപ്പി. നമ്മുടെ ബിസിനസ്സിൽ ഇപ്പം ഈ ഇപ്പൊ പറഞ്ഞ കുറെ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു, പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനെ ചിന്തിക്കാനുണ്ടായ റീസൺ എന്താ? നമ്മൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റക്ക് ആവും. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അന്നേരം നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങും. അയ്യോ പെട്ടു, ഇനി എന്തോ ചെയ്യും, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും? ഞാൻ ആ സമയത്ത് ഒത്തിരി വീഡിയോസ് റെഫർ ചെയ്തു. എന്ത് ചെയ്യും, അടുത്ത് സ്കെയിലപ്പ് ചെയ്യാൻ എന്താ ചെയ്യാം? ബുക്സ് റെഫർ ചെയ്തു. ആരെങ്കിലും മെന്റർ ചെയ്യാനുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചു. ഇതിൽ എന്തെങ്കിലും ഒരു സാധനം രേവതിക്ക് എന്താ ചെയ്തത്? ഞാനും വീഡിയോസ് ഒക്കെ നോക്കിയിരുന്നു പലയിടത്തും. ഇതൊക്കെ ഈ ഒരു അവസ്ഥയിൽ കൂടെ ഞാനും പോയിട്ടുണ്ട്. ആ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നിയത്. ആൻഡ് ഓൾസോ പലപ്പോഴും ഞാനിങ്ങനെ വൺ മാൻ ഷോ പോലെ ആയതുകൊണ്ട് പലപ്പോഴും ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ ടൈമില്ല. ബിക്കോസ് യു ആർ ബിഹൈൻഡ് ക്ലയൻറ്റ്സ്, യു ആർ ബിഹൈൻഡ് സെയിൽസ്, യു ആർ ബിഹൈൻഡ് മാർക്കറ്റിംഗ്, ബിഹൈൻഡ് ഷൂട്ട്സ് അങ്ങനെയൊക്കെ. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു I used to get this fire inside me saying that this is not okay. I need more people on board with me to like support. ആ ഒരു പോയിന്റിൽ I've referred videos and all, but then it was mostly through experience ആണ് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അങ്ങ് സ്ട്രോങ് ആയത്. പക്ഷെ ആ എക്സ്പീരിയൻസോട് പഠിച്ചത് മാത്രമല്ല, അവിടെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കാണിച്ച ആ ധൈര്യമാണ് ഇപ്പൊ ഒരു ബ്രേക്ക് ത്രൂയിലോട്ട് എത്തിയത് അല്ലേ? അങ്ങനെ ആരാണ് ആ ഒരു ഇത് കൊണ്ടുവരുന്നത്? അവർ മാത്രമേ സക്സസ് ആവുള്ളൂ, മുന്നോട്ട് പോവുള്ളൂ. അവിടെ പകച്ചു നിൽക്കാതെ മുന്നോട്ട് വന്നതാണ് രേവതിയുടെ വിജയം. ആൻഡ് ഓൾസോ നിങ്ങളൊക്കെ പരിചയപ്പെട്ടു, ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തു. സീരിയസ്ലി അതൊക്കെയാണ് ലൈക്ക് യു നോ വെൻ വി സീ പീപ്പിൾ ഹു ആർ ഡൂയിങ് ബിഗർ തിങ്സ്, ബെറ്റർ തിങ്സ്, അപ്പോഴൊക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഐ ഓൾവേസ് തിങ്ക് ഇവരുടെ ആ ഒരു ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എടുക്കാൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങളും തിങ്ക് ചെയ്യത്തില്ലേ സംസാരിക്കാൻ? നമ്മൾ ഓൾവേസ് നമ്മൾ രണ്ടുപേരും എപ്പോഴും എന്ത് നമ്മൾ അവർക്ക് നിന്ന് പഠിക്കാം, എന്ത് കിട്ടാം, എന്ത് ഗ്രാസ്പ് ചെയ്യാൻ നോക്കി നടക്കുന്ന ടീമാണ്. അടുത്ത് നമ്മൾ സ്റ്റക്ക് ആവുന്ന മറ്റൊരു സംഭവമുണ്ട്. നമ്മൾ ഇതെല്ലാം മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിന് നമ്മുടെ ഗവൺമെന്റ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്കീമുകളും പ്ലാനുകളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ അറിയുന്നതും അറിയാത്തതായിട്ടൊക്കെ കുറെ സാധനങ്ങളുണ്ട്. അല്ല, അതിനു മുമ്പ് ആക്ച്വലി രേവതിയുടെ കഥ അറിയാവുന്നതുകൊണ്ട് ലൈക്ക് യു ആക്ച്വലി ഡ്രോവ് ദിസ് എലോൺ അല്ലേ? ഇത് ഒറ്റയ്ക്കാണ് ഇവിടെ കൊണ്ടുവന്നത് അല്ലേ? ഒറ്റയ്ക്കാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ സപ്പോർട്ടിനെക്കാട്ടി കൂടുതൽ പറയുന്നതിന് മുമ്പ് എങ്ങനെ ഒറ്റയ്ക്ക് ആസ് എ ഓൺട്രപ്രണർ ഈ സാധനം ഇവിടം വരെ എത്തിച്ചു, അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് എങ്ങനെ സപ്പോർട്ട് തന്നു? ദിസ് ഇസ് വെരി പേഴ്സണൽ, ബട്ട് എനിക്ക് പറയണം. വേറൊന്നുമല്ല, ഇപ്പൊ എന്റെ ഫാദർ പൊളിറ്റീഷ്യൻ ആണ്. അപ്പൊ എല്ലാവരുടെയും വിചാരം പുള്ളിയുടെ സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിയാണ് എല്ലാം ചെയ്യുന്നത്. സത്യം പറയാല്ല, പേര് മാത്രമേ ഉള്ളൂ രേവതി ജയൻ ബാബു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പുള്ളി യാതൊരുവിധ ഇൻവോൾവ്മെന്റും ഇല്ല. ബിക്കോസ് ഹീ സംബഡി ഹു ഇസ് കം അപ്പ് ഓൾ ബൈ ഹിംസെൽഫ്. സോ അതുകൊണ്ട് അച്ഛന് ഭയങ്കര വാശിയാണ്. ഞാനും എല്ലാം സ്വന്തമായിട്ട് തന്നെ കഷ്ടപ്പെട്ട് വളർന്നാ മതി, 5 പൈസ തരത്തില്ല. സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു നോക്കിയിട്ടുണ്ട്, ബട്ട് ഒന്നും തരത്തില്ല. സോ ഇൻ എ വേ സ്പീക്കിംഗ് നൗ ഐ എം താങ്ക്ഫുൾ ടു ഹിം ബിക്കോസ് ഐ ലേൺഡ് ഫ്രം A to Z. ആൻഡ് ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന തന്നെ 7-8 സ്റ്റാഫാണുള്ളത്. അതിൽ ഒരാൾ പോയാലും
ഐ എം നോട്ട് വറിഡ് ബിക്കോസ് എനിക്കറിയാം എന്താണെന്നുള്ളത്. പ്രോബബ്ലി എനിക്ക് സപ്പോർട്ടിനൊക്കെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അത്രയും മേ അല്ല, ബി ബിക്കോസ് ഒരു യു കെയിം ത്രൂ കോൺഫിഡൻസ് ദാറ്റ്, ആ വരില്ലായിരുന്നു. ഒരു ജേർണി കൂടെ വന്നോണ്ട് ഇപ്പൊ ഇതിന്റെ വാല്യൂ അറിയാം ആ അല്ലേ? അയ്യോ മറ്റേതായിരുന്നെങ്കിൽ ഇപ്പൊ നന്നായിട്ടറിയാം. ചിലപ്പോ പണ്ടേ കടടച്ച് കൂട്ടിയിട്ട് വീട്ടിലിരിക്കേണ്ട അവസ്ഥ. നമ്മളെപ്പോഴും നമ്മൾ ആ ഒരു ജേർണിയിൽ വന്നത്, നമ്മൾ ആ ഒരു കഷ്ടപ്പെട്ട് താഴ്ന്ന് വന്നതുകൊണ്ട് കഷ്ടപ്പെട്ട് ഓരോ സ്റ്റേജിലും കയറി വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതെ വാല്യൂ കറക്റ്റ് ആയിട്ട് കറക്റ്റ് അത് ആണ്, മനസ്സിലാവുള്ളൂ. അതാണ് അത് ശരിയാണ്. കറക്റ്റ് ആണ്, അതാണ്. പക്ഷെ എന്നാലും ഗവൺമെന്റ് സപ്പോർട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഗവൺമെന്റ് സ്കീം? സപ്പോർട്ട് ഞാൻ ആകെ എടുത്തത് PMEGPയുടെ ഒരു ലോൺ. അതും എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു വിമൻസ് ഡേയുടെ അന്ന്. ഐ വെൻ ഫോർ ബൈ ചാൻസ് അങ്ങനെ എല്ലാ പരിപാടിക്കും പോയ വഴിക്ക് സീരിയസ് കയറിയതാ. സത്യം സീരിയസ് ആയിട്ട് അതുവഴി കയറിയപ്പോഴാണ് സംഭവം എന്ന് വെച്ചാൽ ദർസ് നോ മച്ച് അവയർനെസ് അബൌട്ട് ദിസ് എമംഗ് പീപ്പിൾ. സോ എൻ്റെ ബിസിനസ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബുദ്ധി മാത്രം പോരല്ലോ, ഫണ്ട് വേണമല്ലോ ഉറപ്പായിട്ട്. അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു എന്തെങ്കിലും ഇതുപോലെ ഐഡിയാസ് കിട്ടുമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ ഒരിടത്ത് ഒരു പ്രോഗ്രാമിന് പോയി. അപ്പൊ അവരവിടെ ഈ PMEGPയുടെ മൈക്രോ മിനി ഓൺടർപ്രണേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു മീറ്റ് പോലത്തെ ഒരു സാധനമായിരുന്നു. അവിടെ ഈ PMEGP ലോണിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു, മനസ്സിലാക്കി. ബട്ട് വൺ ഗുഡ് തിങ് അബൌട്ട് ഗവൺമെന്റ് ഈ ലോൺസും കാര്യങ്ങളും സപ്പോർട്ട് ഇസ് ദാറ്റ് നമുക്ക് സബ്സിഡി ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറവൊക്കെ ആയിരിക്കും. ബട്ട് അതിൻ്റെ ഡ്രോബാക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ഇതൊന്നും ത്രൂ ആവണം എന്നില്ല. ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ദിസ് ഹോൾ തിങ് ഡൺ ഇസ് The dark റിയലി side. ലോങ്. സത്യം കാശ് തരാൻ വിചാരിച്ചു. പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യണം അല്ലേ? ആ അയ്യോ അല്ല, വെയിറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളത് കറക്റ്റ് ആ കിട്ടിയ പൈസ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടപ്പ് കിട്ടിയപ്പോഴും 10 വർഷം കൊണ്ട് പണി ചെയ്ത് കാണിച്ചില്ലെങ്കിൽ എല്ലാം പിടിച്ച് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ബാക്കിൽ ഓടുമ്പോഴും ഐ ഹാവ് അതർ ഫ്രണ്ട്സ് ഹു ആർ ഡൂയിങ് ഡിഫറെന്റ് ബിസിനസ്. അവർ പറഞ്ഞ രേവതി നമുക്ക് ഇൻട്രസ്റ്റ് കൂടിയാലും കുഴപ്പമില്ല, ഈ സമയം there's a വാല്യൂ ഫോർ ടൈം ഓൾസോ. അവരെല്ലാം പ്രൈവറ്റ് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് അവർക്കൊക്കെ ഇങ്ങനെ കിട്ടി. പക്ഷെ അവിടെ എനിക്ക് ഈ സാധനം കിട്ടാൻ ഒരു 6-7 മാസം എടുത്തു. ഈ PMEGPയുടെ അതെല്ലാം ചെറിയ എമൗണ്ട് ആണ് വരുന്നത്. പക്ഷെ എന്നാലും ലൈക്ക് ഇഫ് സംബഡി സ്റ്റാർട്ടിങ് ഒരു സപ്പോർട്ടും It is ഇല്ലാതെ good. സ്റ്റാർട്ട് It is ചെയ്യുന്നവർക്ക് great. It ഇതൊരു is ഗുഡ് great. ഓപ്പർച്യൂണിറ്റി. ഇതൊരു Yeah, നല്ലൊരു 100%. സീഡ് ഫണ്ട് ആയിട്ട് ഉപയോഗിക്കാൻ Yes. പറ്റും. ഇപ്പൊ ഈ സ്കീമിന്റെ പേരെന്താ പറഞ്ഞേ? PMEGP എന്താണ് അതിന്റെ എലിജിബിലിറ്റി? എന്താണ്? ആർക്കാ കിട്ടുക? എങ്ങനെയാ കിട്ടുക? ഇതിന്റെ ഫണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ബിലോ 10 lakhs ആണ്. അത് മൈക്രോ മിനി ഓൺടർപ്രണേഴ്സിനാണ് കിട്ടുന്നത്. ബിലോ 10 വിമൺ entrepreneur. വിമൻ ആവണമെന്നില്ല. വിമൻ ആണെങ്കിൽ ദെൽ ബി ആൻ എക്സ്ട്രാ പ്രയോറിറ്റി, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആൻഡ് ഹൗ ഡു യു ഗെറ്റ് ഇറ്റ് എന്ന് ചോദിച്ചാൽ യു വിൽ ഹാവ് ടു ഗോ ടു നമ്മുടെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ പോയി അപ്ലൈ ചെയ്യണം അതിന് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അവർ ദെയിൽ കം ഫോർ എൻ ഇൻസ്പെക്ഷൻ. നമ്മുടെ അവിടെ എത്ര വർക്കേഴ്സ് ഉണ്ട്. മൈക്രോ എന്ന് പറയുമ്പോൾ ബിലോ 10 ആയിരിക്കണം നമ്പർ ഓഫ് വർക്കേഴ്സും കാര്യങ്ങളൊക്കെ. അതിന് എബവ് ആണെങ്കിൽ വോണ്ട് ബി കൺസിഡേർഡ് ആസ് മൈക്രോ. സോ അതായിരിക്കണം. അങ്ങനത്തെ അവരുടെ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്തിരിക്കണം. പ്ലസ് we'll have to attend a class, but that class is actually wonderful. ഓൺലൈൻ ക്ലാസ് ആണ്. അതിൽ നിന്നും കുറേ ഇൻഫർമേഷൻ എനിക്ക് പഠിക്കാൻ പറ്റി. ലൈക്ക് അവർ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം. സോ അതിൽ പറഞ്ഞ ഒരു നല്ലൊരു പോയിന്റ് വേർ ഐ ഫെൽറ്റ് ഹാപ്പി ടു ഹിയർ ബിക്കോസ് ഐ കുഡ് റിയലി റിലേറ്റ് ഇസ് ദാറ്റ് അവർ പറയുന്നത് നമ്മൾ ചെറിയൊരു കഫറ്റീരിയെന്ന് തുടങ്ങി സൂപ്പർ മാർക്കറ്റിലോട്ട് എത്തിയാൽ മതി, അതാണ് ഒരു ഐഡിയൽ ബിസിനസ് മോഡൽ എന്നാണ് പറയുന്നത്. വലിയ റിസ്ക് എടുത്ത് ആദ്യമേ ചെയ്യുന്നേക്കാളും വലിയ സാധനം ചെയ്യുന്നതിനെക്കാട്ടി ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലിയ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അവർ പറഞ്ഞ ഒരു ബിസിനസ് മോഡൽ എന്നുള്ളത്. ആൻഡ് അതിൽ ഓൾസോ ദേ സെഡ് വെൻ വി ഹാവ് ടു ബി അലേർട്ട് ആൻഡ് ഓൾ ദാറ്റ്. അതായത് നമ്മുടെ ഇൻകമിനെക്കാളും കൂടുതൽ എന്ന് എക്സ്പെൻസ് പോകുന്നോ അന്ന് യു ആർ അണ്ടർ റെഡ്. നമ്മൾ റെഡ് മാർക്കിലായി. അതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഇറ്റ്സ് എ വെരി സാധാരണ ഒരു വീഡിയോ നമ്മുടെ ഗവൺമെന്റ് പ്രോഗ്രാംസിനൊക്കെ കാണത്തില്ല അതുപോലത്തെ ഒരു. പക്ഷെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ അവർ ഫൈനാൻസിനെ പറ്റി, GST എങ്ങനെ എടുക്കണം, ലൈസൻസ് എങ്ങനെ എടുക്കണം, എത്ര നാള് നമുക്ക് ഈ ബിഗിനേഴ്സിനെല്ലാം ലൈസൻസ് എടുക്കാൻ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ. ഒരു ഐ തിങ്ക് ഇനിഷ്യൽ 3 years കഴിഞ്ഞിട്ടോ എന്തോ എടുത്താൽ മതി. അങ്ങനെയൊക്കെ കുറെ ഇൻഫർമേഷൻ PMEGPയുടെ ലോൺ സ്കീമിന് അപ്ലൈ ചെയ്തപ്പോൾ വന്ന ആ ക്ലാസ്സിൽ നിന്നാണ് ഞാൻ കുറെ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമും ഉണ്ട്, ഓൺലൈൻ എക്സാം. അത് പാസ്സാകുമ്പോൾ ദേ വിൽ സെൻഡ് 1 സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ബാങ്കിൽ കാണിക്കേണ്ടത്.
റിയലി യൂസ്ഫുൾ ആയ ഒരു സാധനമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അഗൈൻ ഇതെനിക്ക് കിട്ടാൻ 8 മന്ത്സ് എടുത്തു. ലൈക്ക് ഹോൾ എപ്പോ തുടങ്ങി അന്ന് മുതൽ 8 മന്ത്സ് കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇതിന് വേറൊരു പ്ലസും കൂടിയുണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. സെക്കൻഡ് സബ്സിഡി ഉണ്ട്. പക്ഷെ സബ്സിഡി നമുക്കൊരു 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അറൗണ്ട് 2 ലാക്സോ എന്തോ സബ്സിഡി വരും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്. ഇതൊക്കെ ഉണ്ടെന്ന് സത്യത്തിൽ പലർക്കും അറിയില്ല. പിന്നെ ഏറെ കുറേ പേര് എൻ്റെ കൂടെ തന്നെ ഇനിഷ്യലി ഉണ്ടായിരുന്നവരെല്ലാം ഇൻ ബിറ്റ്വീൻ ബട്ട് പേഷ്യൻസ് വേണ്ട ബിക്കോസ് ഇറ്റ്സ് വെരി ടൈം കൺസ്യൂമിങ് നോ എന്ന് പറഞ്ഞ പാതി വഴിക്ക് ഇട്ടുപോയവരും അതെ, നമുക്കൊരു ഒരു ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബുക്ക് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ, ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ ഒരു പബ്ലിഷറെ കണ്ടുപിടിക്കും. ഇതാണ് എൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ആരാണ്, അല്ലെങ്കിൽ എൻ്റെ ബുക്ക് ആര് വാങ്ങും, അപ്പോൾ അവരെ കൊണ്ട് നമ്മളിത് വിൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രേവതിയുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ആയതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും അത് പോവുക. അതില് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഐ ഗേവ് മൈ 200% ടു ഇനിഷ്യൽ വന്ന കസ്റ്റമേഴ്സിനെ ഒന്നും ഒരു രീതിയിലും സത്യം പറഞ്ഞാൽ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും ചേച്ചിക്ക് എത്ര സാരി വേണം എടുത്തോ? അല്ല അങ്ങനെയല്ല. വാല്യൂ ഫോർ മണി വാസ് സംതിങ് ദാറ്റ് ഐ കൺസിഡേർഡ് ഫസ്റ്റ് ബിക്കോസ് ഇവിടെ കോമ്പറ്റീഷൻ ഒന്നും യാതൊരു കുറവുമില്ല. ഇഷ്ടം പോലെ എല്ലാ ബിസിനസ്സിലും ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് വാല്യൂ ഫോർ മണി നോക്കിയിരുന്നു, ക്വാളിറ്റി നോക്കിയിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ മുമ്പോട്ട് പോകുമ്പോൾ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വാല്യൂ ഇല്ല, മണി അങ്ങനെയല്ല, നമുക്ക് റൺ ചെയ്ത് പോവാനും കാര്യങ്ങൾ വേണം, അത് നോക്കണം. മാർജിൻ ഇല്ല, മറ്റേ ഇതൊക്കെ ആയിട്ട് ചെയ്തു. ഇപ്പൊ 200% ഒരിക്കലില്ല. ഇപ്പോഴും വാല്യൂ ഫോർ മണി അത് ഇത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബട്ട് ദെൻ ആ സമയത്ത് വാസ് വേ മോർ ലീനിയന്റ്. അതൊന്ന്. സെക്കൻഡ്, എനിക്ക് വന്ന കസ്റ്റമേഴ്സ് തന്നെ ആയിരുന്നു പിന്നെയും അവരുടെ എനിക്ക് റെഫറൻസ് ആയിരുന്നു ഏറ്റവും. So what your products was that good of a quality that people want to come back to you, അല്ലേ? they referred me to people. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് ഇൻഫാക്ട് തുടങ്ങിയ ആ സമയത്ത് ഇതുപോലെ ഒരു ബ്രൈഡിനെ എല്ലാം ചെയ്ത് റെഡിയാക്കി കൊടുത്തു. അവരുടെ കല്യാണത്തിന്റെ അന്ന് അവരുടെ ഏതോ റിലേറ്റീവ് വേറെ എവിടെയോ കൊടുത്തത് ക്യാൻസൽ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സീരിയസ്ലി നമ്മുടെ ജേർണിയിലും അതുപോലെ അതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. കുറേ കഥകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഒന്നുകൂടെ ഓക്കെ ആൾക്കാർക്ക് വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സീരിയസ് ആവും അങ്ങനെയൊക്കെ ആകുമ്പോ. സോ അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് നമ്മളെ ഒരു കോൺഫിഡൻസ്. അപ്പോൾ നമ്മുടെ ഈ ഡിജിറ്റലി എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിംഗ്, അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ എത്രത്തോളം നമ്മുടെ ബ്രാൻഡിനെ കയറി വരാൻ അത് ഹെൽപ്പ് ചെയ്തു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? ഭയങ്കരമായിട്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഒരു ദിവസം. ഇച്ചിലൂടെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ബേസിക്കലി രേവതി യു ഡിസൈൻ എ ലോട്ട് ഓഫ് ഡിസൈൻസ്, പുതിയ കളക്ഷൻസ് ഒത്തിരി കൊണ്ടുവരുന്നുണ്ട്. അത് നാട്ടുകാർ അറിഞ്ഞാൽ മാത്രമേ അത് അവർ വാങ്ങിക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ അതിന് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ഡു ടു I would say 90% of the job is done on Instagram. എനിക്ക് ഫോർ മൈ ബ്രാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ, അതെല്ലാം റിലീസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമാണ്. അല്ലാതെ നമുക്ക് വേറെ പ്ലാറ്റ്ഫോം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ബട്ട് അതിനേക്കാളും റീച്ച് വരുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ തന്നെയാണ്. സോ അതാണ് 100% മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സോ ഫാർ യൂസ് ചെയ്യുന്ന കാര്യം. ആൻഡ് ഫോർ മീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോട്ടോഷൂട്ടൊക്കെ പോസ്റ്റ് ചെയ്യാനും ഓരോ സ്റ്റോറി ഇടാനും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതൊരു ജോലിയേ അല്ല അത്. അതുകൊണ്ട് സത്യത്തിൽ ഒന്നും പ്ലാൻ ചെയ്ത് ഇതിങ്ങനെ മാർക്കറ്റിങ്ങിന് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തൊന്നും അല്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്യാനും ഇടാനും കാര്യങ്ങളൊക്കെ. അതൊരു സൈഡിൽ കൂടി നടന്നു. അത് താങ്ക്ഫുള്ളി ബ്രാൻഡിനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. റൈറ്റ് നൗ ഇൻസ്റ്റഗ്രാം ഇസ് ബിക്കം ലൈക്ക് ആ പോർട്ട്ഫോളിയോ. ഒരു വർക്കിന്റെ കാര്യം ആരെങ്കിലും ചോദിക്കുമ്പോ ഫോട്ടോസ് ഉണ്ടോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പോർട്ട്ഫോളിയോ. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പോർട്ട്ഫോളിയോ ആയിട്ട് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളായി. ആരെങ്കിലും വർക്ക് ഉണ്ടോ, അവർക്ക് ഒരു ട്രസ്റ്റ് വേണമല്ലോ. പുതിയൊരാളല്ലേ, നമ്മുടെ പഴയ വർക്കൊക്കെ കാണുമ്പോൾ ദേ വിൽ ഓൾസോ ട്രസ്റ്റ് us. ഇൻസ്റ്റാഗ്രാം പോർട്ട്ഫോളിയോ ആക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഇടുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി ഓഫ് ദ കണ്ടന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അപ്പം വെറുതെ ഫോണിലെടുത്തിടുന്നതും
നല്ലൊരു പ്രൊഫഷണൽ ക്യാമറ, പ്രൊഫഷണൽ ടീമിനെ വെച്ച് ഷൂട്ട് ചെയ്തിടുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആൻഡ് യു ഡു എ ലോട്ട് ഓഫ് പ്രൊഫഷണൽ ഷൂട്ട്സ് അല്ലേ? അപ്പം ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ഗുഡ് ക്വാളിറ്റി മീഡിയ കണ്ടന്റ്? ക്വാളിറ്റി കണ്ടന്റ് തന്നെ ആയിരിക്കണം ഫസ്റ്റ്. നമ്മൾ അതിൽ കുറച്ചൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് കാണാൻ നിങ്ങളൊക്കെ ചെയ്യുന്ന ഷൂട്ട്സ് പോലത്തെ നല്ല നല്ല ഷൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ പകുതി ജോലി ഇസ് ഡൺ. അപ്പം ഇൻസ്റ്റഗ്രാമിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാത്രം പോരാ, കൺസിസ്റ്റൻസി ഓൾസോ മാറ്റേഴ്സ്. ഇഫ് യു ആർ ട്രൈങ് ടു ഗ്രോ യുവർ ഓഡിയൻസ്, അവിടെ കൺസിസ്റ്റൻസിയും ഭയങ്കര ഒരു ഫാക്ടറാണ്. അറിയാലോ, നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഉള്ളതാണ്. നമുക്ക് വരുന്ന റീറ്റെയിനേഴ്സ് അല്ലാതെ വരുന്ന ക്ലയന്റ് ഉണ്ട്. ഇപ്പം അവരെല്ലാം നമ്മൾ എൻക്വയറി എടുക്കുന്നത് ഒരു ഷൂട്ട് ഉണ്ട്, നമുക്ക് ചെയ്യണം, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, ഇതാണ്. പിന്നെ അവർ വരുന്ന വേറെ ഏതെങ്കിലും ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത് വരിക. പക്ഷെ അതൊരിക്കലും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊരു വിസിബിലിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ലൈക്ക് ഇഫ് യു ആർ ട്രൈങ് ടു ഗ്രോ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഗ്രോ ചെയ്യണമെങ്കിൽ ഒരു ഷൂട്ട് കൊണ്ട് കാര്യം നടക്കത്തില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് യു ഷുഡ് ഷൂട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് യു ഷുഡ്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. മേ ബി നമ്പർ ഓഫ് ഫോളോവേഴ്സിനെ അത്ര ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഇമാജിൻ ഒരു പേജിന് 10,000 ഫോളോവേഴ്സേ ഉള്ളൂ എങ്കിലും 10,000 നല്ല ഓഡിയൻസ് ആണെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഇപ്പൊ എന്റെ പേജിലാണെങ്കിലും വി ഡോണ്ട് ഹാവ് ലൈക്ക് 100K ഒന്നുമില്ല, ഇപ്പൊ 25K ഫോളോവേഴ്സ് ആണ് ഉള്ളത്. ബട്ട് നമ്മൾ ഇടുന്ന സാധനത്തിന് കറക്റ്റ് റീച്ച് പോകുന്നുണ്ട്. അതിന്റെ ഒരു ബേസിക്കലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വ്യൂസ് എത്ര കിട്ടിയതിനെക്കാട്ടിൽ കൂടുതൽ എത്ര ഡ്രസ് വിറ്റുപോയി എന്നുള്ളതാണ് മാറ്റേഴ്സ്. എക്സാക്ട്ലി, ഒരു കൺവേർഷൻ. അത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോംസ് എപ്പോഴും ഇതുപോലുള്ള സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പ്ലേസ് പോലെയും അതുപോലെ നമുക്ക് ഡയറക്റ്റ് അതൊരു ബിസിനസിന്റെ രീതിയിലോട്ട് മാറ്റാനും ഒക്കെ ഒത്തിരി ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. നമ്മൾ കണ്ടന്റ് മാത്രം നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇടുക, അത് മാത്രം നോക്കിയാൽ മതി. അതിനായിട്ട് നമ്മൾ ഇനി വെബ്സൈറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റിനൊന്നും പോകേണ്ട കാര്യമൊന്നും. പണ്ടത്തെ പോലത്തെ പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട ഒന്നും വേണ്ട, അതൊക്കെ ഭയങ്കര ചിലവുള്ളതാണ്. ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കണമെന്ന് 1 ലക്ഷം രൂപയോ. ആ പൈസ നമ്മൾ ഒരു ഷൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ റീപ്പ് മോർ ത്രൂ ഔട്ട്. യു കൻ യൂസ് ഇറ്റ് ത്രൂ ഔട്ട് യുവർ കരിയർ. കറക്റ്റ്. രേവതി പറഞ്ഞ പോലെ ഒരൊറ്റ ഷൂട്ടിൽ നിർത്താതെ അതൊരു കൺസിസ്റ്റൻസി വേണം. അത് മുന്നോട്ട് ആ സാധനത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫണ്ട് വരുന്നതനുസരിച്ച് ചെയ്യട്ടെ. ഇതിനായിട്ടൊരു ഫണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ഇതിനായിട്ടൊരു ഫണ്ട് മാറ്റി വെച്ച് പ്ലാൻ ചെയ്തൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു വൺ ടൈം ഡെഡ് മണി അല്ല ഇത്. ഈ ഇടുന്ന പൈസ വിൽ റീപ്പ് റിസൾട്ട്സ് ഫോർ ഷുവർ. ആൻഡ് ഓൾസോ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്ത പല വർക്കും ചിലപ്പോൾ ക്ലയൻസിന് ഈ വെഡിങ്സിന്റെ ഒക്കെ ഇടയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റാതെ ആവും. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സത്യത്തില്, അതേസമയം ആ ഒരു സാധനം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ത്രൂ ഔട്ട് യുവർ കരിയർ യു ക്യാൻ ഷോ പീപ്പിൾ. സോ നമ്മൾ വാണ്ടഡ്ലി ഷൂട്ടിന് വേണ്ടി ചില പീസ് പോയത് പ്രോപ്പർ പിക്ചേഴ്സ് അല്ലെങ്കിൽ വീണ്ടും ചെയ്ത് ഷൂട്ട് ചെയ്യാറുണ്ട്. അത്ര എഫേർട്ട്. അല്ല, നമ്മളൊരു ഡ്രസ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു ഇതാണല്ലോ നമ്മുടെ സിഗ്നേച്ചർ. അതെ, അപ്പൊ ആ സാധനം ആൾക്കാരെ കാണിക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. അടുത്ത 10 വർഷത്തിൽ എവിടെയാണ് രേവതി എത്തുന്നത്? ഇന്റർവ്യൂ. ഇങ്ങനെ ഇന്റർവ്യൂവിന് നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവത്തില്ല. നമ്മള് വിളിക്കാനും നമുക്ക് സമയം. ഈ പറഞ്ഞ പോലെ ഐ വുഡ് ഡെഫിനറ്റ്ലി വോണ്ട് ടു ബ്രാഞ്ച് ഔട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് സ്കെയിലപ്പ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഡെവലപ്പ് ചെയ്ത് 10 years ഇപ്പോഴേ പറയുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ജിങ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു പൊസിഷനിൽ ആ ഒരു അച്ചീവ്മെന്റിൽ എത്തണമെങ്കിൽ ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ബ്രാൻഡിങ്, പേഴ്സണൽ ബ്രാൻഡിങ്? ഹൗ ഇമ്പോർട്ടന്റ് എന്ന് ചോദിക്കരുത്, ബിക്കോസ് ഇറ്റ്സ് ഓബ്വിയസ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ്സ്. I think it takes a lot of courage to put yourself out there. And when somebody is out there, ഇപ്പം എന്തൊരു ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ബ്രാൻഡിങ്ങിനും when somebody is out there എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, somewhere it also brings a lot of trust from others. It also increases your confidence because you are out there. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു സാധനം തുടങ്ങി ആൾക്കാരെ ഡെലിഗേറ്റ് ചെയ്ത് മാറി നിൽക്കുമല്ലോ. ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ തിങ്. ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് പുട്ടിങ് യുവർ സെൽഫ് ഔട്ട് ദെയർ. സോ അങ്ങനെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് യു ക്യാൻ ബ്രാഞ്ച് ഔട്ട് ടു ഡിഫറെൻറ്റ് തിങ്സ്. ഐ തിങ്ക് ആ ഒരു പോയിന്റിന് വേണ്ടിയിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റാദർ ദാൻ ബീയിങ് ബിഹൈൻഡ് ഓഫ് എവറിഥിങ്. ഇറ്റ്സ് ബെസ്റ്റ് ടു ബി ഇൻ ദ ഫ്രണ്ട്. ടാറ്റയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ
ചിലപ്പോൾ മോശമായിരിക്കാം, ചിലപ്പോൾ നല്ലതായിരിക്കാം. എന്നായിരുന്നാലും നമ്മൾ ആലോചിക്കുന്നത് രത്തൻ ടാറ്റയുടെ മുഖമായിരിക്കും വരിക. അതുപോലെ ഓടിപ്പോവാൻ പറ്റത്തില്ലല്ലോ ഇന്ത്യന്ന്. അതുപോലെ തന്നെ RJB എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് യു, ജയൻ ബാബു ആണ് ദ ബ്രാൻഡ്. സോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വെൻ ഐ വാസ് ട്രാവലിംഗ് പലയിടത്തും ഡിസൈനറെ ബുക്ക് ചെയ്ത് കാണണം എന്നൊക്കെ ഉള്ളത്. സോ അങ്ങനെ ചെന്നൈയിൽ ഒരു ബൊട്ടീക്കിൽ പോയപ്പോഴത്തേക്കും ദസ് ദിസ് ഡിസൈനർ ഹൂസ് വെരി വെരി ബിസി. ബട്ട് ഞാൻ 2 പ്രാവശ്യം ബൈ ചാൻസ് അവിടെ പോയപ്പോഴും ദിസ് പേഴ്സൺ ഇസ് ദെയർ ഓൾ ദ ടൈം. ദാറ്റ് ഓൾസോ ഇംപ്രസ്ഡ് മീ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾസോ സംതിങ് ദാറ്റ് വി ഓൾ ഷുഡ് റിമെമ്പർ. നമ്മളിപ്പോൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല എന്നുള്ളതല്ല. ഐ തിങ്ക് പ്രോബ്ലി വീൽ ഹാവ് ടു ഡു 10 times more than what we are doing right now. ഐ തിങ്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ഷെഫ് പിള്ള അല്ലേ. ഇറ്റ് ഈസ് പലരും മിസ് ചെയ്യുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ്. ഒരു പരിധിക്കപ്പുറം നമ്മൾ വളർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉള്ളവരുടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരുടെ വാല്യൂ, അതുപോലെ നമ്മുടെ കസ്റ്റമറിനുള്ള വാല്യൂ, അത് പലയിടത്തും മിസ്സായി പോകാറുണ്ട്. പേഴ്സണൽ ബ്രാൻഡ് എത്തി നമ്മൾ ഭയങ്കര ഫെയിമിൽ എത്തിക്കഴിയുമ്പോൾ എന്റെ കൂടെ ഉള്ളവനൊന്നും അല്ല. ഇതൊരു ടീം വർക്കാണ്. ബിക്കോസ് നമ്മളിപ്പോ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ എന്റെ പുറകിൽ 5-6 പേര് നിൽക്കുന്നുണ്ട്. ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കിത് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ലൈക്ക് വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഐ ഓൾവേസ് ട്രൈ ടു റീറ്റെയിൻ പഴയ ആൾക്കാരെ തന്നെ. ബിക്കോസ് ഓവർ ദ ഇയേഴ്സ് യു വിൽ ഡെവലപ്പ് എ സിങ്ക് ബിറ്റ്വീൻ യുവർ വർക്കേഴ്സ് ആൻഡ് എവറിഥിങ്. സോ I don't want to say I've built a family atmosphere. More than family, I would like to say you should build an army. Yeah. No, seriously. ഇപ്പൊ മനസ്സിലായില്ല, ഞാനും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. രേവതിയുടെ സുവിശേഷങ്ങൾ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ കുറെയൊക്കെ വർക്കിന്റെ ഇതങ്ങ് റിലവൻസ് അങ്ങ് കുറയും. സോ അതിനേക്കാളും it's better, like there should be a mutual love, bond, respect between your employees, where work should be their priority ennulla. Instead of trying to make money, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ഒരു വിഷൻ അച്ചീവ് ചെയ്യിപ്പിക്കുക. Like try to work towards a vision. And also എല്ലാവരും ഗ്രോ ചെയ്യണം. Correct. അത് അങ്ങനെ ആവുമ്പോഴാണ് ഒരു കറക്റ്റ് ഒരു ലീഡർഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള രീതിയിലോട്ട് അത് മാറുകയാണ്. You should work for the vision, not for money. അല്ലേ? Yes. മണി വല്ല ഓട്ടോമാറ്റിക്കലി അതെ, ഇതാണ് എല്ലാ വർഷവും ആലോചിക്കുന്നത്. അടുത്ത വർഷം വരും. അല്ല, അങ്ങനെ ഒരു സംഭവം നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നു, പൈസയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വെക്കുമ്പോൾ, മീൻസ് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ഗ്രോ ചെയ്യത്തില്ല. കാര്യം നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുക. പക്ഷെ നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളൊരു ടീം ബിൽഡ് ചെയ്ത് അതിന് ആ ഒരു വിഷനിലൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലൈക്ക് ഷീ ട്രൈസ് ടു ബിൽഡ് ഹർ ടീം ആസ് ഒരു ഫാമിലി ആയിട്ട് അവരെ കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. ലൈക്ക് മോർ ദാൻ ദ മണി, അവർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്. സോ ഐ തിങ്ക് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് ഓഫ് ബിൽഡിംഗ് ആൻ ആർമി. ക്ഷമയുള്ള ആളല്ല, പക്ഷെ ഇപ്പൊ ഞാൻ especially being in the service industry, you are also, it's a service, mine is also service plus product. ക്ഷമ നമ്മള് പഠിച്ചേ പറ്റും. Yeah, so there's a personal growth also. I think I am getting better. എപ്പോഴും നമ്മള് ഒരു ഒരു മുതലാളിയുടെ കാഴ്ചപ്പാടെന്നല്ല, നമ്മളൊരു കസ്റ്റമറിന്റെ രീതിയിൽ നിന്ന് ചിന്തിക്കണം. ഒരാളെ എങ്ങനെയാണ് നമ്മളെടുത്തോട്ട് വരുമ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളത്. ഇത് ഈ ജോൺ സി മാക്സ്വെല്ലിന്റെ ബുക്കിലും ഇതിനകത്തൊരു സംഭവം പറയുന്നുണ്ട്. എവ്രിവൺ വിൻസ് when the leader gets better. So as a leader, you are trying to build an army of people to 6 പേരെ ഉള്ളെങ്കിലും 6 strong people ആണെങ്കിൽ it's enough. It's enough, അല്ലേ? Yeah. ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് what is one thing നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റും? ഒരു എക്സ്പീരിയൻസ്, what is one thing that you learned as an entrepreneur ഇത്രയും വർഷം കൊണ്ട്? It's a teamwork. You need everybody. You need your clients, you need your workers, you need everybody. നമുക്ക് തനിച്ച് എനിക്കാരും വേണ്ട എന്നുള്ള രീതിയിൽ പറ്റത്തില്ല when it comes to business. We are all co-dependent to each other. So that is something that I learned. നമ്മൾ ആരെയും പിണക്കാൻ പാടില്ല. We should have a good cordial relationship with everybody. I think ഇതൊന്നും തിങ്ക് ചെയ്തിരുന്നതല്ല, because I never thought I would end up in doing a business. തുടക്കത്തിൽ ആരും ചിന്തിക്കുന്നതല്ല. So these are might sound as a silly thing, but no,
it is a big thing, and to have a cordial relationship with everybody, it's not easy. Like, yeah. വലിയൊരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. വലിയ കാര്യം തന്നെയാണ്. അതെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. രേവതിയുടെ ബിസിനസ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്കും അതുപോലെ കേട്ടിരിക്കുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ സംരംഭങ്ങൾ തുടങ്ങാനും അതിനെപ്പറ്റി ആലോചിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു നല്ലൊരു ലെസൺ ആണ് നമ്മൾ ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച് രേവതി. No problem. Anytime. ഇനിയും ഇല്ല ഇനിയില്ല, സോറി, എനിക്ക് ടൈം ഉണ്ടാവില്ല. നീ അടുത്ത 10 വർഷം കഴിഞ്ഞിട്ട് നീ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ ഒരുപാട് രേവതിയെ പോലെ ഒരുപാട് വലിയ വലിയ ബിസിനസ് ആൾക്കാർ നമ്മുടെ ഇവിടെ പോഡ്കാസ്റ്റിൽ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. All right. Bye-bye.